ആഗോള തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഭാഗമാണ്. ഞാൻ ബഹുമാനപ്പെട്ട അസ്കറോട് ചോദിക്കട്ടെ, ആഗോള തലത്തിൽ എവിടെയാണ് അസ്കറെ കമ്മ്യൂണിസം ഉള്ളത്? ആഗോള തലത്തിലുള്ള ഏത് കമ്മ്യൂണിസത്തെയാണ് ഇന്ന് ലോകത്തിന് ഭീഷണിയായിട്ടുള്ളത്? കേരളത്തിലെ കമ്മ്യൂണിസം. ഇനി താങ്കൾ പറയുന്നു ഇതിനെ തിരുത്താൻ PB കേന്ദ്ര കമ്മിറ്റി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിലെ പിണറായി വിജയൻ എന്ന ഏക അധികാര കേന്ദ്രമല്ലാതെ എവിടെയാണ് അസ്കറെ PB ഉള്ളത്? എവിടെയാണ് അസ്കറെ കേന്ദ്ര കമ്മിറ്റി ഉള്ളത്? കാരണം സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഈ പാർട്ടിയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഓടുമ്പോഴും റഷീദിനെ പോലുള്ള ആളുകൾ പറയേണ്ടി വരുന്നത് എന്താ? കാരണം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് പെരുങ്ങോത്തേക്ക്, കാങ്കോലിലേക്ക്, ഈ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. തിരിച്ചുപോയി അവിടുത്തെ തിട്ടൂരം നടപ്പിലാക്കുന്നത് മാധു കേരളത്തിലെ പോലീസ് നിയമമല്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ മാധു കൃത്യമായിട്ട് പറയും, ആ സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് മൃഗാധിപത്യത്തിന് നേതൃത്വം കൊടുത്തത് CPI എന്ന് പറയുന്ന കേരളത്തിലെ ഈ ബിനോയ് വിശ്വത്തിന്റെ നേതാവാണ്. ഇന്ന് കേരളത്തിൽ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി മിതത്വം പാലിക്കുന്നത് അവർക്കതിന് കെൽപ്പില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാക്കി കളഞ്ഞ ജയചന്ദ്രനും നായരും പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അവരാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. എൻ്റെ അസ്കറോടുള്ള ചോദ്യം, ഇതെന്താണ് G സുധാകരന് മനസ്സിലാവാത്തത്? അതൊന്നും എനിക്കറിയാൻ മേല. ശൈലി മാറ്റണം, അധികാര പ്രമത്തതയോടുള്ള അധികാരം മാറ്റണം, അഴിമതി കുറയ്ക്കണം, കൊള്ള അവസാനിപ്പിക്കണം, സ്വജനപക്ഷപാതം നിർത്തണം, പ്രീണ രാഷ്ട്രീയവും അഹങ്കാരവും മൈക്കിനോടുൾപ്പെടെയുള്ള ആക്രമവും അവസാനിപ്പിക്കണം. എന്താ എന്റെ ഉദ്ദേശം? പാവപ്പെട്ടുള്ള ക്ഷേമ പെൻഷൻ നൽകണം, മാവേലി സ്റ്റോറുകൾ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യണം. ഇന്നലെ വരെ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ശിവശങ്കരനെ പോലുള്ള ഒരാളുകൾ ഇന്നും പുറത്തു വരാതെ അകത്ത് കിടക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ വിളിക്കുമ്പോൾ കൈകൾ ശുദ്ധമാണെങ്കിൽ അവിടുത്തെ അന്വേഷണം നേരിടാത്തത്? നിങ്ങൾ അതിര് കിടക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നിരായുധരും നിഷ്കളങ്കരുമായ ആളുകളുടെ മുമ്പിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ടും സൈബർ പോരാളികളായും മാനഭംഗപ്പെടുത്തിയും ആക്രമിച്ച് കീഴടക്കുന്നവർക്കെതിരായി ഒരു ചെറുത്തുനിൽപ്പിനി കേരളത്തിൽ BJP മാത്രമേ ഉള്ളൂ എന്ന പ്രതീക്ഷയാണ് ഈ വളർച്ചയ്ക്കും ഈ വികാസത്തിനും കാരണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.